സ്നേഹിക്കാൻ ആരുമില്ലാതായി പോയതുകൊണ്ടാണ് താൻ ഇങ്ങനെയായത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു ആ 13കാരി. ചോദ്യം ചെയ്യലിനെത്തിയ വനിതാ എസ് ഐയെ ചൂണ്ടിക്കാട്ടി ആ ആന്റിയെ പോലൊരു അമ്മ തനിക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാണ് കൗമാരക്കാരി കരഞ്ഞത്. ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ ഇട്ടിട്ട് പോയി എന്നും അമ്മയുടെ സ്നേഹം തനിക്ക് കിട്ടിയിട്ടില്ല എന്നുമാണ് പെൺകുട്ടി പറഞ്ഞത്. ശിവൻകുട്ടി ചെട്ടിയാരുടെ ഇളയ മകളാണ് 13കാരിയുടെ അമ്മ. പെൺകുട്ടി ജനിച്ചതിന് പിന്നാലെ തന്നെ അമ്മ വിവാഹബന്ധം വേർപെടുത്തി വിദേശത്തേക്ക് ജോലിക്ക് പോയി. അതുകൊണ്ട് തന്നെ അമ്മയുടെ സാമീപ്യമില്ലാതെ ചിൽഡ്രൻസ് ഹോമിലും ബന്ധുവീടുകളിലും മാറി മാറിയായിരുന്നു കുട്ടിയുടെ താമസം. ഇത് കുട്ടിയുടെ മാനസിക നിലയെ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്നും പ്രശ്നങ്ങൾ നിറഞ്ഞ കുടുംബാന്തരീക്ഷം ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ പ്രായത്തിന് ചേരാത്ത തരത്തിലുള്ള കൊലപാതക ആസൂത്രണത്തിലേക്ക് നയിച്ച നിർണായക ഘടകമായിട്ടുണ്ടാകാമെന്നുമാണ് പോലീസിന്റെ നിഗമനം. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അത് പ്രായം കൂടുതലുള്ള ആളുകളുടെ ആരോഗ്യം കണ്ടുകൊണ്ട് പറയുന്ന വാക്ക് മാത്രമല്ല. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. 13 വയസ്സുള്ള ഈ പെൺകുട്ടി എടുത്ത പ്ലാനിങ്ങുകൾ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ഓൾറെഡി പ്ലാൻഡ് ആണ്. ഇദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് 3-4 തവണ അവർ പ്ലാൻ ചെയ്തിരുന്നു. കൊട്ടേഷൻ ടീമുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ പലതും ചെയ്തിരുന്നു. ഇന്നിതാ പോലീസുകാരുടെ മുന്നിൽ അവരുടെ ചോദ്യങ്ങൾ കുറയുവാൻ വേണ്ടി അല്ല, കുറയ്ക്കാൻ വേണ്ടി അവൾ വീണ്ടും ഒരു പ്ലാനിങ് നടത്തി. വനിതാ പോലീസുകാരിയെ കണ്ടപ്പോ എനിക്കൊരു അമ്മയുണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തൊരു പ്ലാനിങ് ആണെന്ന് നോക്കിയേ. സിനിമകൾ തന്നെയാണ് ഈ പെൺകുട്ടിയെ ഈ രീതിയിൽ എത്തിക്കുന്നത്. ഒരു കാമുകനും മറ്റുള്ള സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട് ചെയ്ത അതിക്രൂരമായിട്ടുള്ള കൊലപാതകം. മുത്തശ്ശൻ എന്നെ ബാഡ് ടച്ച് ചെയ്തു എന്ന് മറ്റുള്ള കൂട്ടുകാരന്മാരെ കൺവിൻസ് ചെയ്യിച്ച് അവരെ കൊണ്ട് ആ ഒരു ക്രൂരകൃത്യം ചെയ്യിച്ചത്. ഐഫോണിനും ബൈക്കിനും വേണ്ടിയിട്ട് ദൂർത്തിനും വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ട വയോധികനെ കൊന്ന് ആ മുറിക്കകത്തിട്ടു. സിനിമ കാണുന്നതല്ല, ജീവിതത്തിൽ നടക്കുന്നതാ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നമ്മുടെ മക്കളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എത്ര ഭീകരമാണ്, അപകടം പിടിച്ചതാണ് എന്നുള്ളത്. നിങ്ങൾ കുഞ്ഞു കരയുമ്പോൾ മൊബൈൽ ഫോൺ തന്നെയല്ലേ കൊടുക്കാറ്? വല്ല കളിപ്പാട്ടം കൊടുക്കാറുണ്ടോ? കൊടുത്താൽ അവർ വാങ്ങും. എന്തുകൊണ്ടാണ് വാങ്ങാത്തത്? അവരുടെ മുൻപിൽ 24 മണിക്കൂറും നമ്മൾ ചെയ്യുന്നത് എന്താണോ അതാണ് അവർക്ക് വേണ്ടത്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ബാലരമ, ബാലമംഗളം അങ്ങനെയുള്ള കൊച്ചു ചെറിയ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കഥകളുള്ള പുസ്തകങ്ങൾ, ചിലപ്പോൾ പാട്ടുബുക്കായിരിക്കാം. ഇതായിരുന്നു നമ്മൾ വായിച്ചിരുന്നത്. നമ്മുടെ വീട്ടുകാരും അത് വായിച്ചിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് അതിനോട് വല്ലാത്ത പ്രിയമായിരുന്നു. അവരും ആ പ്രിയത്തിലേക്ക് വന്നു വീണു. 90s കിഡിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. 90s കിഡിൽ ഇത്രമാത്രം ക്രൂരന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. തെറ്റ് ചെയ്യാത്ത ആളുകൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഒരുപാട് തെറ്റ് ചെയ്ത ആളുകളുണ്ട്. എന്നാൽ ഇപ്പൊ കഞ്ചാവിന്റെ പേരൊക്കെ പതുക്കെ പതുക്കെ ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. മാരകമായിട്ടുള്ള സിന്തറ്റിക് ഡ്രഗിന്റെ പേരുകളാണ് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇൻസ്റ്റഗ്രാം വഴിയുള്ള പ്രണയവും ഗർഭവും അലസിപ്പിക്കലും അങ്ങനെ ഒരുപാടുണ്ട്. ഈ വീഡിയോന്റെ അടിയിൽ വന്നൊരു കമന്റ് ആണ്, ഇപ്പോ മെഡിക്കൽ സ്റ്റോറിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ഐപിൽ എന്ന മരുന്നാണ്, ഗർഭനിരോധന മരുന്നുകളാണ് എന്ന. അതോ ഏജ് കുറഞ്ഞവരാണ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കൊണ്ടുപോകുന്നത്. എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം അനുജത്തിക്ക് ജ്യേഷ്ഠനിൽ നിന്നോ അനുജനിൽ നിന്നോ ഗർഭം പേറേണ്ട അവസ്ഥ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടോ. നമുക്ക് എന്തായാലും ഈ വാർത്ത ഇത് ജനങ്ങൾ കാണണം കേട്ടോ. ഹൈപ്പ് ബട്ടൺ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത്തരം വീഡിയോ ചെയ്യുമ്പോൾ അതിൽ റവന്യൂ കിട്ടാറില്ല. അത് ആദ്യം തന്നെ പറഞ്ഞേക്കാം. പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമം നടത്തുക. മുഴുവനായിട്ടൊന്ന് കാണാം. കുടുംബത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പെൺകുട്ടി പോലീസുകാർക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. കുടുംബത്തിലെ സാഹചര്യങ്ങളും മുത്തശ്ശനോട് വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടായിരുന്നതും കൊലപാതകം ആസൂത്രണം ചെയ്യാൻ പ്രേരണയായി. മുത്തശ്ശൻ തന്റെ കാര്യങ്ങളിൽ അമിതമായി ഇടപെട്ടതും സുഹൃത്തുക്കളുമായുള്ള സൗഹൃദം വിലക്കിയതും ഈ വൈരാഗ്യം ഇരട്ടിച്ചു. വീട്ടിൽ രാത്രി വൈകി എത്തുന്നതും അമിതമായ ഫോൺ ഉപയോഗവും ശിവൻകുട്ടി എതിർത്തു, ചോദ്യം ചെയ്തു. ഇത് പക ആളിക്കത്തിക്കാൻ കാരണമായി. ഈ പക ഒടുക്കുന്നതിനാണ് കാമുകന്റെയും സുഹൃത്തുക്കളുടെയും സഹായം തേടിയതും കൊലപാതകം ആസൂത്രണം ചെയ്തതും. മുത്തശ്ശനോടുള്ള പക തീർക്കാനും സ്വന്തം ആഗ്രഹം നടപ്പിലാക്കാനുമാണ് മോഷണവും കൊലപാതകവും ആസൂത്രണം ചെയ്തത്. അമിത നിയന്ത്രണവും വിലക്കുകളും മുത്തശ്ശനെ കൊലപ്പെടുത്താൻ കാരണമാക്കി. ആഡംബര ജീവിതം എന്ന ആഗ്രഹം പൂർത്തീകരണത്തിനാണ് മോഷണം ആസൂത്രണം ചെയ്തത്. ഐഫോണും ബൈക്കും ചെറുപ്രായത്തിൽ ക്രൂരമായ കൊലപാതകം നടത്തിയതിന്റെ ഒരു ഭാവഭേദവും പെൺകുട്ടിയുടെ സുഹൃത്തുക്കളായ ആ 3 ആൺകുട്ടികളിലും കാണാനുണ്ടായിരുന്നില്ല. വയസ്സ് വളരെ ചെറുതാണ്, പക്ഷെ അവരുടെ ചിന്താഗതി, ആറ്റിറ്റ്യൂഡ്, അവരുടെ ബുദ്ധി അതൊക്കെ കുറച്ച് ഭീകരമാണ്. കൂട്ടുകാരന്മാരെ കൺവിൻസ് ചെയ്യിച്ച ആ ഒരു രീതിയാണ് ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത്. മുത്തച്ഛൻ എന്നെ ആ രീതിയിൽ ടച്ച് ചെയ്തു, നിങ്ങൾ അതിന് പകരം ചോദിക്കാൻ എൻ്റെ കൂടെ നിൽക്കണം. നിങ്ങൾക്ക് ഞാൻ ബൈക്ക് വാങ്ങാനുള്ള പണവും ജീവിക്കാനുള്ള പണവും അത് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തരാം എന്നും പറഞ്ഞുകൊണ്ടാണ് അവരെ കൊണ്ട് കൺവിൻസ് ചെയ്യുന്നത്. മാരകം, ഭീകരം.
ഇതിനേക്കാളേറെ അത്ഭുതപ്പെടുത്തുന്നതും പോലീസുകാരെ അമ്പരപ്പിക്കുന്നതും പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നുള്ളതടക്കം പ്രതികൾ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിരുന്നു എന്നതാണ്. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് നൽകേണ്ട മറുപടി അടക്കം കൃത്യമായി തയ്യാറാക്കിയ കൗമാര കൊലയാളി സംഘത്തിന്റെ ക്രിമിനൽ ബുദ്ധി അമ്പരപ്പിക്കുന്നതാണ്. 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് 3 ആൺകുട്ടികളെയും പ്രത്യേക അന്വേഷണ സംഘം ഒരേ സമയം പിടികൂടിയത്. പരസ്പരം ആശയവിനിമയത്തിന് ഇവർക്ക് സമയം ലഭിച്ചിരുന്നില്ല. എന്നിട്ടും 3 പേരും ചോദ്യങ്ങൾക്ക് ഒരേ ഉത്തരം നൽകിയതിൽ കൊലപാതകം ആസൂത്രണം ചെയ്തപ്പോൾ തന്നെ പിടിക്കപ്പെട്ടാൽ പറയേണ്ട ഉത്തരങ്ങളും അവർ തയ്യാറാക്കിയിരുന്നുവെന്നാണ് അനുമാനിക്കേണ്ടത്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഒരുപാട് തവണ അവർ പ്ലാൻ ചെയ്തതാ. ആ പ്ലാനിങ്ങിനുള്ളിൽ അവരെങ്ങനെ രക്ഷപ്പെടും എന്നുള്ള കാര്യം കൂടി ചെയ്തു വെച്ചിരുന്നു. പക്ഷെ കേരള പോലീസ് അത്രക്ക് വിഡ്ഢികളല്ല എന്ന ബോധ്യം അത് ഉള്ളത് നല്ലതായിരിക്കും. ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ കിട്ടിയ ഉടനെ തന്നെ പോലീസുകാർ ചെയ്തത് ആ വാട്സപ്പ് സന്ദേശങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിട്ട് ആ വാട്സപ്പ് സന്ദേശങ്ങളിൽ കിടന്നിരുന്നു. മുത്തശ്ശൻ ബാഡ് ടച്ച് ചെയ്തതിനുള്ള പ്രതികാരമാണ് കൊലയെന്നായിരുന്നു കൗമാരക്കാരിയുടെ ആദ്യത്തെ മൊഴി. എന്നാൽ ഈ ഉത്തരം പ്രതീക്ഷിച്ചിരുന്നത് പോലെ അന്വേഷണ സംഘം അത് വിശ്വാസത്തിലെടുക്കാതെ തള്ളി. മാത്രമല്ല, വിശദമായ ചോദ്യം ചെയ്യലിൽ മൊബൈൽ ഉപയോഗവും സൗഹൃദങ്ങളും വിലക്കിയതിന് മുത്തശ്ശനോട് പകയുണ്ടായിരുന്നുവെന്നും പോലീസ് കൗമാരക്കാരിയുടെ മൊഴിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കി. ഇതോടെ കഥ മറ്റൊന്നായി. പോലീസിനെ വഴിതെറ്റിക്കാൻ തന്റെ അച്ഛൻ അഥവാ ശിവൻകുട്ടിയുടെ മകളുടെ ആദ്യ ഭർത്താവാണ് കൊലയ്ക്ക് പിന്നിലെന്ന തരത്തിൽ പെൺകുട്ടി കഥ മെനഞ്ഞു. തന്റെ അച്ഛനും മുത്തശ്ശനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പെൺകുട്ടി ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ പറഞ്ഞു. പക്ഷേ പോലീസ് പെൺകുട്ടിയും ആൺ സുഹൃത്തുക്കളും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളും വാട്സ്ആപ്പ് ചാറ്റുകളും അടക്കമുള്ള തെളിവുകൾ നിരത്തിയതോടെ പെൺകുട്ടിക്ക് പിന്നീട് പിടിച്ചു നിൽക്കാനായില്ല. എത്ര വലിയ പ്ലാൻ ചെയ്താലും ചില ലൂപ്പ് പോയിന്റുകൾ അവിടെ കിടക്കും. ഈ 13 വയസ്സിനുള്ളിൽ 10-30 വയസ്സുള്ള ഒരാളുടെ ബുദ്ധി ആർജിച്ചെടുത്ത ഒരു വ്യക്തിയാണ്. സുഹൃത്തുക്കൾക്കും കൃത്യമായിട്ട് അത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അവരും അതുപോലെ തന്നെ പെരുമാറുന്നു. 3 പേരെയും 3 സ്ഥലത്ത് നിന്ന് പിടിക്കുന്നു. 3 പേരുടെ കയ്യിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു ഡിവൈസും ഇല്ല. എന്നിട്ട് 3 പേരും പറഞ്ഞത് ഒരൊറ്റ കാര്യമാണെന്നുള്ളത്. അതാണ് കാലം പോയ ഒരു പോക്ക്. അതേസമയം മറുവശത്ത് കൊലപാതകം നടപ്പാക്കിയ ആൺകുട്ടികൾ 3 ഒരേ കഥയാണ് പറയുന്നത്. ആൺകുട്ടികളുടെ കഥ ഇങ്ങനെയാണ്. അതായത്, തങ്ങളുടെ സുഹൃത്തായ ഈ 13-കാരി പെൺകുട്ടിക്ക് വയറിൽ ഒരു മുഴയുണ്ട്. ഇതിന്റെ ശസ്ത്രക്രിയയ്ക്ക് പണം നൽകാനാണ് ഹരിപ്പാടെത്തിയത്. അതിനുവേണ്ടിയാണ് പെൺകുട്ടി വീട്ടിലേക്കുള്ള ലൊക്കേഷൻ അയച്ചു തന്നതും വീഡിയോ കോൾ ചെയ്തതും. പണം നൽകി മടങ്ങിയതല്ലാതെ കൊലപാതകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇതായിരുന്നു ആൺകുട്ടികളുടെ മൊഴി. 15-ന് രാത്രി കൊല നടത്തി 16-ന് പുലർച്ചെ പ്രതികൾ സ്വന്തം നാടായ പരവൂരിലെത്തി. മോഷ്ടിച്ച ആഭരണങ്ങളിൽ ഒരു മാല വിൽക്കാൻ കല്ലുകുന്ന് സ്വദേശിയായ സുഹൃത്തിനെ ഏൽപ്പിച്ചു. ഇതേ ദിവസം തന്നെയാണ് ഈ സുഹൃത്തിനൊപ്പം കാമുകിയായ 19-കാരി വീട് വിട്ടിറങ്ങിയത്. ഈ കേസിൽ സുഹൃത്തിനൊപ്പം പാരിപ്പള്ളി സ്റ്റേഷനിൽ എത്തിയപ്പോഴും ഒരു കൊലപാതകം ചെയ്തു വരുന്നതിന്റെ ഒരു ഭാവഭേദവും ഇല്ലാതെയായിരുന്നു ഈ കൗമാര കുറ്റവാളികളുടെ പെരുമാറ്റം. മാസങ്ങൾക്ക് മുൻപ് തന്നെ പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. ആദ്യത്തെ 2 പദ്ധതികൾ പാളിപ്പോയതോടെയാണ് 3ാമത്തെ പദ്ധതിയായി വീട്ടിൽ നേരിട്ടെത്തി കൊല നടത്താൻ തീരുമാനിച്ചത്. എന്നാ ഒരു പ്ലാനിംഗ് ആണെന്ന് ആലോചിച്ച് നോക്കിയേ. കുട്ടിയുടെ വയറ്റിൽ മുഴയുണ്ടത്ര, അതിന് പണം കൊടുക്കാൻ വേണ്ടി വന്നതാ. അതായത് ഇവർ വന്നു പോയത് പോലീസുകാർ കണ്ടെത്തുമെന്ന് മാത്രം വിചാരിച്ചുള്ളൂ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇനിയെങ്കിലും സർക്കാരിന് ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ ഈ വിഷയത്തിലേക്ക് ഇടപെടൽ നടത്താൻ കഴിയും. എങ്ങനെയെന്നല്ലേ, സ്കൂളുകളിൽ കുട്ടികൾക്ക് ഈ മൊബൈൽ ഫോണിലുള്ള പഠനമുണ്ടല്ലോ, അതൊന്ന് അവസാനിപ്പിക്കണം. 17 വയസ്സ് വരെയെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ബില്ല് പാസ്സാക്കടോ, ഒരു ബില്ല് പാസ്സാക്ക് ദയവ് ചെയ്തിട്ട്. മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ഇത്. കേരളത്തിന്റെ പേര് കേരളം എന്ന ആക്കലൊന്നല്ല നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അതല്ല വയനാടിന്റെ പേര് ഗണപതി വട്ടം, അതൊന്നും ആക്കലല്ല നമ്മുടെ ആവശ്യം. നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. കുട്ടികളുടെ കയ്യിലെ ഈ മൊബൈൽ ഫോൺ ദുരുപയോഗമാണ്. കാര്യമായിട്ട് പറയുകയാണ്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് കയറി നോക്കേ, അതിഭീകരായിരിക്കും എന്നുള്ളതാണ്. അമ്മാവന്മാരാക്കും നമ്മളെപ്പോ പിടിച്ചിട്ട്. അമ്മാവന്മാരോ അച്ഛനോ ഇത് തേങ്ങ ചാക്കിക്കോ, നീയും ഒരിക്കൽ എന്റെ ഇതേ സ്ഥാനത്ത് വന്നിരിക്കും, ഈ പ്രായത്തിൽ വന്നിരിക്കും. അപ്പോഴാവും നിങ്ങൾ തിരിഞ്ഞു നിൽക്കുക ചിന്തിക്കാനേ. അപ്പോഴേക്കും കാലമൊക്കെ ഒരുപാട് പോയി കാണും, നശിച്ച് നാറാണക്കാലിൽ എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇതിനായി അമ്മയെ പ്രസവത്തിന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയം വീട്ടിൽ ശിവൻകുട്ടി ഒറ്റയ്ക്കായിരിക്കുമെന്ന് മനസ്സിലാക്കി ആ ദിവസം കൊല നടത്താൻ പ്ലാൻ ചെയ്തു. ആദ്യം വിഷം നൽകി കൊല്ലാൻ ശ്രമം നടത്തിയെങ്കിലും നടന്നില്ല. ഇതോടെ വാഹനാപകടത്തിൽപ്പെടുത്താൻ ആസൂത്രണം ചെയ്തു. ഇതിനായി കരുനാഗപ്പള്ളിയിലെ കൊട്ടേഷൻ സംഘത്തെ സമീപിച്ചുവെങ്കിലും അവർ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പിന്നീടാണ് നേരിട്ടെത്തി കൊല നടത്തുന്ന രീതി ആസൂത്രണം ചെയ്തത്. കൊലപാതകത്തിന്റെ സങ്കീർണതകൾ ഒഴിവാക്കാൻ മുകളിൽ നിന്ന് കല്ല് തലക്കിട്ട് കൊല്ലാനായിരുന്നു ആദ്യത്തെ തീരുമാനം. ഇതിനായി വീടിന് മുകളിൽ കയറി ഓടിളക്കി നോക്കിയെങ്കിലും മച്ച് തടസ്സമായി. മച്ചില്ലാത്ത ഭാഗത്ത് ഇറങ്ങാനും സാധിച്ചില്ല. ഇതോടെ ഈ പദ്ധതിയും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ശുചിമുറിയുടെ വെന്റിലേഷന്റെ കാര്യം പെൺകുട്ടി തന്നെ വാട്സാപ്പിലൂടെ പറഞ്ഞു കൊടുത്തത്. അങ്ങനെയാണ് വെന്റിലേഷൻ വഴി അകത്ത് കടന്ന് കൃത്യം നിർവഹിക്കുന്നത്. ഒന്നടയുമ്പോൾ മറ്റൊന്ന പെൺകുട്ടി തന്നെ തുറന്നു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോ ഈ ബാഡ് ടച്ചിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ, പോലീസുകാരുടെ ഒരു സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് കാമുകനുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊന്നും പറയാൻ കഴിയില്ല. അതിനെ വഴിതിരിച്ച് വിടാനെങ്ങാനും എന്തെങ്കിലും പറഞ്ഞതാണോ എന്ന് പോലും അറിയില്ല. അത് ഈ ചാനൽ പ്രൈം വിറ്റ്നസിലുള്ള ചങ്ങാതി പറഞ്ഞത് ഞാൻ കേട്ടു. ഞാൻ ആ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. 2017 AR മുരുകദോസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സ്പൈഡർ എന്ന തമിഴ് സിനിമയിലെ വില്ലനാണ് കല്ല് തലക്കിടുന്ന കൊലപാതക രീതി തെരഞ്ഞെടുക്കാൻ പ്രതികൾക്ക് പ്രചോദനമായത്.
മറ്റുള്ളവരുടെ വേദനാജനകമായ മരണവും ബന്ധുക്കളുടെ കരച്ചിലും കണ്ടു രസിക്കുന്ന സുഡലൈ എന്ന ക്രൂരനായ വില്ലൻ കഥാപാത്രത്തിന്റെ സൈക്കോ മനോഭാവവും കൊലപാതക രീതികളുമാണ് തങ്ങളെ സ്വാധീനിച്ചതെന്ന് പ്രതികളും മൊഴി നൽകി. സിനിമയുടെ അവസാന ഭാഗത്ത് നഗരത്തിന് മുകളിൽ നിന്ന് കൂറ്റൻ പാറക്കല്ലുകൾ ഉരുട്ടിവിട്ട് ആളുകളെ കൊലപ്പെടുത്താൻ വില്ലൻ ശ്രമിക്കുന്ന രംഗമാണ് പ്രതികളും ആസൂത്രണം ചെയ്തത്. കേസിന്റെ തുടക്കത്തിൽ തന്നെ കൊലപാതകത്തിൽ സിനിമയ്ക്കുള്ള സ്വാധീനത്തെക്കുറിച്ച് ആലപ്പുഴ എസ്പിക്ക് തോന്നിയ സംശയം ശരിവെക്കുന്ന തരത്തിലാണ് പ്രതികളുടെ മൊഴികൾ. സിനിമയിലെ വില്ലനെ പോലെ പിടിക്കപ്പെടില്ല എന്ന അമിത ആത്മവിശ്വാസത്തിൽ വാട്സാപ്പ് ചാറ്റുകൾ മായ്ച്ചു കളയാതിരുന്നതാണ് പ്രതികൾക്ക് കുരുക്കായി മാറിയത്. വീടിന്റെ ലൊക്കേഷൻ അടക്കം അയച്ചു കൊടുത്ത ഫോൺ രേഖകളും +1 വിദ്യാർത്ഥിയുടെ ചാറ്റുകളും കേസിൽ നിർണായക തെളിവുകളാണ്. കേസിൽ പ്രതികൾക്കെതിരെ സകല പഴുതും അടച്ചുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. അതിബുദ്ധി കാണിക്കുമ്പോൾ ഇടയിൽ ഒരു ചെറിയ മണ്ടത്തരം മതി ആ ഒരു സാധനം വെച്ച് പണി കിട്ടും എന്നുള്ളതാണ്. വാട്സപ്പ് സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ മൊബൈൽ ഫോൺ തന്നെ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ, പിന്നീട് നശിപ്പിക്കുക എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്താവും? ഇതിലേക്ക് കണക്ഷൻ കിട്ടാത്തൊരവസ്ഥ വരുമായിരുന്നു. വീണ്ടും പോലീസുകാരെ അത് അന്വേഷിച്ച് കണ്ടത്, എന്നാലും വീണ്ടും ഒരു കോംപ്ലിക്കേഷനിലേക്ക് അത് പോവുകയും ആ പെൺകുട്ടി ഇദ്ദേഹം മരിച്ചു കിടക്കുന്ന സമയത്ത് സ്കൂളിൽ പോകാൻ ഭയങ്കരമായിട്ട് വാശി പിടിച്ചിരുന്നു എന്നുള്ളതാണ്. വീട്ടുകാർക്കും നാട്ടുകാർക്കും പോലീസുകാർക്കും അത് വലിയ സംശയത്തിലേക്ക് വഴിവെച്ചു. പരീക്ഷയാണ്, എനിക്ക് പോവാതിരിക്കാൻ കഴിയില്ല അവസ്ഥ. കുറ്റവാളികളെ മുതിർന്നവരായി പരിഗണിച്ച് വിചാരണ നടത്തണമെന്ന് പോലീസ് ജുനൈൽ ജസ്റ്റിസ് ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനായി നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ചാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ ജുനൈൽ ജസ്റ്റിസ് ബോർഡിന് നൽകിയിട്ടുള്ളത്. 16-നും 18-നും ഇടയിൽ പ്രായമുള്ളവർ കൊലപാതകം ഉൾപ്പെടെയുള്ള ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്താൽ മുതിർന്ന കുറ്റവാളികളായി പരിഗണിച്ച് നടപടി സ്വീകരിക്കാനുള്ള നിയമമുണ്ട്. ഈ നിയമമനുസരിച്ച് ഇവരെയും മുതിർന്ന കുറ്റവാളികളായി പരിഗണിക്കണമെന്നും അത്രമേൽ ഗൗരവതരമായ കുറ്റമാണ് ഇവർ ചെയ്തത് എന്നുമാണ് പോലീസിന്റെ വാദം. കുട്ടികളുടെ മാനസിക നില പരിശോധിച്ച ശേഷം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. പ്രതികൾ ലഹരിക്ക് അടിമകളാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സംഭവ സമയം പ്രതികൾ രാസലഹരി ഉപയോഗിച്ചിരുന്നതായും പോലീസിന് സംശയമുണ്ട്. ഇതെല്ലാം തെളിയിക്കാൻ വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ആവശ്യമാണ് എന്ന് പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ അറിയിക്കും. 13, 16, 17, 18 വയസ്സിന് താഴെയുള്ള ആളുകളാണ് ഇവർ. അപ്പൊ ഇവർക്ക് അറിയാം ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കപ്പെട്ടാൽ പോലും അധികം നാളൊന്നും ജയിലിൽ കിടക്കേണ്ട ആവശ്യം വരില്ല, പുറത്ത് വിടും എന്നുള്ളത്. ആ ഒരു ചിന്തയും അവരുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. എന്തായാലും പോലീസ് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാവപ്പെട്ട മനുഷ്യനെ കൊല്ലാൻ വേറെ വല്ല കാരണങ്ങൾ കൂടി ഉണ്ടോ എന്ന് കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി എന്താണ് അന്ന് യഥാർത്ഥത്തിൽ നടന്നത് എന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ശബ്ദ സന്ദേശം കാണാം. നിങ്ങൾ അതൊന്ന് കേൾക്കുക. ചാനൽ പറ്റുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം. കേൾക്കാം. 65 വയസ്സുള്ള മനുഷ്യനെ കൊലപ്പെടുത്താൻ എല്ലാ ആസൂത്രണവും നടത്തിയത് ബന്ധുവായ 13-കാരി. നിങ്ങൾക്ക് ബൈക്കും എനിക്ക് ഐഫോണും എന്ന പെൺകുട്ടിയുടെ ഓഫറിൽ മയങ്ങി കൊല നടത്താൻ എത്തിയത് 15, 16, 17 വയസ്സുള്ള പെൺകുട്ടിയുടെ ആൺ സുഹൃത്തുക്കൾ. പക്ഷേ പെൺകുട്ടിയുടെ അമിത ആത്മവിശ്വാസം പ്രതികളെ എല്ലാവരെയും 24 മണിക്കൂറിനകം നിയമത്തിന് മുന്നിലെത്തിക്കാൻ പോലീസിനെ സഹായിച്ചു. കൊല്ലത്ത് നിന്ന് ട്രെയിൻ മാർഗം ഹരിപ്പാടെത്തി പ്രൊഫഷണൽ കില്ലർമാരെ പോലെ കൊലപാതകം നടത്തി പ്രതികൾ തിരികെ പോയി. സിനിമകളാണ് കൊലപാതകത്തിനും അതിനുശേഷം മുളകുപൊടി വിതറാനും പ്രചോദനമായത് എന്നാണ് പ്രതികൾ പറയുന്നത്. ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു മുത്തശ്ശനെ കൊന്ന് സ്വർണം തട്ടിയെടുക്കുന്നതിലൂടെ കുറ്റവാളികൾ ലക്ഷ്യമിട്ടത്. പക്ഷേ കൗമാരക്കാരിയായ പെൺകുട്ടിയുടെ അമിത ആത്മവിശ്വാസവും പെരുമാറ്റങ്ങളും 65-കാരനെ കൊലപ്പെടുത്താനുള്ള ആസൂത്രണവും തന്ത്രങ്ങളും മണിക്കൂറുകൾക്കകം പൊളിച്ചു. കൊല്ലം പരവൂർ സ്വദേശിയായ ഇപ്പോൾ കരുവാറ്റയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശിവൻകുട്ടി ചെട്ടിയാർ എന്ന 65-കാരനെയാണ് വീട്ടിനകത്ത് കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നത്. ശനിയാഴ്ച വൈകുന്നേരവും ശിവൻകുട്ടിയെ വീടിന് പുറത്ത് അയൽവാസികൾ കണ്ടിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ ശിവൻകുട്ടിയുടെ ബന്ധുവായ കൗമാരക്കാരി അയൽവാസി ജോഷിയുടെ വീട്ടിൽ വന്ന് പറഞ്ഞു. കഥകൾ മുട്ടിയിട്ടും വിളിച്ചിട്ടും മുത്തശ്ശൻ വാതിൽ തുറക്കുന്നില്ല. അങ്കിൾ എന്റെ കൂടെ ഒന്ന് വരുമോ? ശിവൻകുട്ടി എങ്ങോട്ടെങ്കിലും പോയി കാണുമെന്ന് ജോഷി പറഞ്ഞപ്പോൾ ചെരുപ്പും സൈക്കിളും അവിടെ ഉണ്ട് എന്നായിരുന്നു ആ പെൺകുട്ടി മറുപടി നൽകിയത്. ഉടൻ തന്നെ ജോഷിയും സമീപത്തെ വീട് പണിയിൽ ഏർപ്പെട്ട തൊഴിലാളികളും എത്തി കഥകൾ മുട്ടി വിളിച്ചു നോക്കി. മറുപടിയില്ലാത്തതിനാൽ അടുക്കള വാതിലിന്റെ ഗ്രില്ല് തകർത്ത് ഉള്ളിൽ കയറിയപ്പോഴാണ് കിടക്കവിരി ഉപയോഗിച്ച് കയ്യും കാലും കൂട്ടിക്കെട്ടി ചുരുണ്ടുകൂടി കിടക്കുന്ന നിലയിൽ മൃതദേഹം കാണുന്നത്. ഇതുകണ്ട് അലമുറയിട്ട പെൺകുട്ടി വീട്ടു ജോലിക്കെത്തിയ ബംഗാളികൾ കൊന്നതാണ് എന്ന് കൂടി വിളിച്ചു പറഞ്ഞു. ചെമ്മീൻ വളഞ്ഞു കിടക്കുന്ന രീതിയിലായിരുന്നു ആ മൃതദേഹമെന്നാണ് ആദ്യം മൃതദേഹം കണ്ട നാട്ടുകാർ പറയുന്നത്. 2 കൈയും കൂട്ടിക്കെട്ടി അവ മുട്ടിനടിയിൽ കൂടി കയറിട്ട് പിറകിൽ കൂടി വലിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുന്നു. വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്ന നിലയിലായിരുന്നു. വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും അയൽവാസികൾ പറയുന്നുണ്ട്. സംഭവമറിഞ്ഞ് നാട്ടുകാർ തടിച്ചുകൂടി. പോലീസും എത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഞെട്ടിക്കുന്നതായിരുന്നു. കൊല്ലപ്പെടുന്നതിന് മുൻപ് ശിവൻകുട്ടി ക്രൂരമർദ്ദനത്തിന് ഇരയായി. തലയ്ക്ക് ശക്തമായ അടിയേറ്റിരുന്നു. ഇതേ തുടർന്ന് തലച്ചോറിൽ ആന്തരിക രക്തസ്രാവമുണ്ടായി. അബോധാവസ്ഥയിലായ ശേഷം ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. താടിയെല്ലിന് മുകളിലേക്ക് ആഴത്തിലുള്ള പരിക്കുകളുണ്ട്. കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് നടന്നത് എന്ന് പോലീസിന് ഈ സംഭവ സ്ഥലം സന്ദർശിച്ചപ്പോൾ തന്നെ മനസ്സിലായി. തുടക്കം മുതൽ തന്നെ പ്രൊഫഷണലായ ഒരു കില്ലറല്ല ഈ കൊലപാതകിയെന്നും വീട്ടിലുള്ള ആരുടെയോ സഹായം പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും പോലീസിന് മനസ്സിലായി. തുടക്കത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളാകുമോ എന്ന സംശയമടക്കം പോലീസിനുണ്ടായിരുന്നുവെങ്കിലും സമാന്തരമായി മറ്റൊരു അന്വേഷണം കൂടി പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. ഇതാണ് കൗമാരക്കാരിയായ പേരമകളിലേക്ക് ഈ അന്വേഷണം എത്തിച്ചത്. 13-കാരിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ് കേസിന് എളുപ്പത്തിൽ തുമ്പുണ്ടാക്കിയത്. മുത്തശ്ശൻ മരിച്ചു കിടക്കുമ്പോഴും സ്കൂളിൽ പോകണമെന്ന പെൺകുട്ടിയുടെ വാശി നാട്ടുകാരിലും പോലീസിലും സംശയമുണ്ടാക്കി. പെൺകുട്ടി സ്ഥലത്ത് നിന്ന് മാറാനും എന്തൊക്കെയോ മറച്ചുവെക്കാനും ശ്രമിക്കുന്നുണ്ട് എന്ന് പോലീസിനും നാട്ടുകാർക്കും തോന്നി. എല്ലാ സാധ്യതകളും പരിശോധിക്കുമ്പോൾ തന്നെ പോലീസ് പല സംഘങ്ങളായി തിരിഞ്ഞ് അടുത്ത ബന്ധുക്കളെയും പുറത്തുള്ളവരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. തുടർന്നാണ് ഈ കൗമാരക്കാരിയുടെ മൊഴിയെടുത്തത്. പക്ഷേ മൊഴിയിലെ പൊരുത്തക്കേടുകൾ കാരണം പെൺകുട്ടിയെക്കുറിച്ച് പോലീസിന്റെ മറ്റൊരു സംഘം സമാന്തരമായ ഒരു അന്വേഷണം കൂടി നടത്തി. ഇതിലാണ് കൊലപാതകത്തിൽ പെൺകുട്ടിയുടെ പങ്ക് വ്യക്തമായത്. കൊല നടന്ന ശേഷവും പെൺകുട്ടി വിവരങ്ങളെല്ലാം കാമുകനെയും സുഹൃത്തുക്കളെയും അറിയിക്കുന്നുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ മൊഴി എടുത്തതടക്കം പ്രതികൾ അപ്പോൾ തന്നെ അറിഞ്ഞു.
ഇതിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും വന്ന് ഫോൺ വാങ്ങിയത്. ഇതോടെ താൻ പിടിക്കപ്പെടുമെന്ന് പെൺകുട്ടി മനസ്സിലാക്കി. ഒരിക്കലും കുടുങ്ങില്ല എന്ന അമിത ആത്മവിശ്വാസത്തിലായിരുന്നു ആ പെൺകുട്ടി. അതുകൊണ്ട് തന്നെ കേസിൽ നിർണായകമായ ആ ഫോണിലെ തെളിവുകളൊന്നും പെൺകുട്ടി ഡിലീറ്റ് ചെയ്തിരുന്നില്ല. പ്രതികളായ ആൺകുട്ടിയുമായുള്ള ഫോൺ വിളികളും ചാറ്റുകളുമെല്ലാം ആ ഫോണിലുണ്ടായിരുന്നു. കരുവാറ്റിയിലെ വീടിന്റെ ലൊക്കേഷൻ അയച്ചതും കുറ്റാരോപിതർ കൊല്ലത്ത് നിന്ന് വരുന്ന വഴി നടത്തിയ ഫോൺ വിളിയുടെ വിശദാംശങ്ങളെല്ലാം പോലീസിന് ആ ഫോണിൽ നിന്ന് കിട്ടി. പെൺകുട്ടി കൊലപാതകം തത്സമയം കണ്ടുവെന്ന് പോലീസിന് മനസ്സിലായതും അങ്ങനെയാണ്. പെൺകുട്ടിക്ക് ഒന്നിലധികം ആൺ സുഹൃത്തുക്കളുണ്ട് എന്ന് ഫോണിൽ നിന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ഇവരിൽ ചിലർക്ക് മാത്രമാണ് ഈ കൊലപാതകത്തെപ്പറ്റി അറിവുണ്ടായിരുന്നത്. കുട്ടിയുമായി ബന്ധമുണ്ടായിരുന്നവരിൽ എല്ലാവരെയും പോലീസ് വിളിക്കുകയും അവരിൽ നിന്ന് വിവരം ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. പെൺകുട്ടിയുടെ കാമുകനും സുഹൃത്തുക്കൾക്കും 15, 16, 17 വയസ്സാണ് പ്രായം. 10, +1, +2 എന്നിങ്ങനെയാണ് മൂവരുടെയും വിദ്യാഭ്യാസ യോഗ്യത. 3 പേരും ഒരുമിച്ച് പഠിച്ചവരല്ല. പക്ഷേ നാട്ടിൽ മറ്റു പല വിദ്യാർത്ഥികൾക്കുമൊപ്പം ഒത്തുകൂടി പരിചയക്കാരായവരാണ്. കൊല്ലത്ത് താമസിച്ചിരുന്ന സമയം പഠനകാലത്താണ് ഈ പെൺകുട്ടി കാമുകനായ പ്രതിയെ പരിചയപ്പെടുന്നത്. ഇൻസ്റ്റാഗ്രാം വഴിയുള്ള ബന്ധമാണ് എന്നാണ് പറയപ്പെടുന്നത്. കുടുംബം ഈ ബന്ധം വിലക്കിയിട്ടും ഇവരുമായിട്ടുള്ള സൗഹൃദം തുടർന്നിരുന്നു. ആലപ്പുഴയിലേക്ക് മാറിയതിനു ശേഷവും ഈ ബന്ധം തുടർന്നതായാണ് വിവരം. ശിവൻകുട്ടി ചെട്ടിയാരുടെ മകളുടെ ആദ്യത്തെ വിവാഹ ബന്ധത്തിലുള്ള കുട്ടിയാണ് ഈ പെൺകുട്ടി. ആദ്യ ബന്ധം വേർപെടുത്തിയ ശേഷം മകൾ രണ്ടാമത് വിവാഹിതയായി. രണ്ടാം ഭർത്താവ് വിദേശത്താണ്. ഈ മകൾക്കായി കരുവാറ്റയിൽ പുതിയ വീട് നിർമ്മാണം നടക്കുന്നതുകൊണ്ടാണ് കുടുംബം കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് താമസം മാറിയത്. പക്ഷേ കൗമാരക്കാരി അടുത്ത കാലം വരെ പിതാവിനൊപ്പം പരവൂർ കല്ലുമുന്നിലായിരുന്നു താമസം. ഈ സമയത്താണ് പ്രതികളായ കൗമാരക്കാരെ ഈ പെൺകുട്ടി പരിചയപ്പെടുന്നത്. പിതാവിന്റെ അമ്മ മരിച്ചതോടെ ഈ പെൺകുട്ടി കല്ലുമുന്നിന് വീട്ടിലേക്ക് വരുന്നത് കുറഞ്ഞിരുന്നു. വീട്ടിൽ വൈകിയെത്തുന്നതിനെയും അമിതമായി ഫോൺ ഉപയോഗിക്കുന്നതിനെയും ചൊല്ലി ശിവൻകുട്ടി നിരന്തരം വഴക്ക് പറഞ്ഞിരുന്നതായി പെൺകുട്ടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പെൺകുട്ടിക്ക് മുത്തച്ഛനോട് വൈരാഗ്യവും ഉണ്ടായിരുന്നു. ഇതിനു പുറമെ പെൺകുട്ടി പറയുന്നത് മുത്തച്ഛൻ തന്നെ ബാഡ് ടച്ച് ചെയ്തു എന്നാണ്. ഇക്കാര്യം പെൺകുട്ടി കാമുകനോടും പറയുകയും മുത്തച്ഛനെ കൊല്ലണമെന്ന വാശി കാമുകനോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കാമുകന്റെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ പെൺകുട്ടി കൊലപാതകത്തിനുള്ള പദ്ധതി തയ്യാറാക്കിയതും ആസൂത്രണം നടത്തിയതും. വീട്ടിൽ മറ്റാരുമില്ല എന്ന വിവരവും സ്വർണം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള കൃത്യമായ നിർദ്ദേശങ്ങളും ഈ പെൺകുട്ടിയാണ് മറ്റ് പ്രതികൾക്ക് നൽകിയത്. സ്വർണവും പണവും മോഷ്ടിച്ച് ഐഫോണും ബൈക്കും വാങ്ങാമെന്ന് പ്രലോഭിപ്പിച്ചാണ് ഈ പെൺകുട്ടി പ്രതികളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. ഇതിനായി കൊല്ലത്ത് നിന്ന് 2 സുഹൃത്തുക്കളുമായി 15-ന് ശനിയാഴ്ച വൈകുന്നേരത്തോടെ കൗമാരക്കാരായ കുട്ടി ക്രിമിനലുകൾ ട്രെയിൻ മാർഗം ഹരിപ്പാടെത്തി. ഇതിൽ 2 പേരാണ് ആദ്യം വീടിനകത്ത് കയറിയത്. കട്ടിലിൽ ഉറങ്ങിക്കിടന്ന ശിവൻകുട്ടിയെ ഇവർ കിടക്കവിരി കൊണ്ട് കെട്ടിയിട്ട ശേഷം ആക്രമിക്കുകയായിരുന്നു. പിന്നാലെ മുൻവാതിൽ തുറന്ന സംഘത്തിലെ 3-ാമനെയും അകത്ത് കയറ്റി. തുടർന്ന് 3 പേരും ചേർന്നായിരുന്നു ശിവൻകുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം തന്നെ ശിവൻകുട്ടി ഈ പ്രതികളുടെ ശബ്ദം കേട്ട് എണീറ്റ് വന്നപ്പോഴാണ് ആക്രമിച്ച് കൊലപ്പെടുത്തിയത് എന്നൊരു വാദം കൂടി ഉയർന്നു വന്നിട്ടുമുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ അപഹരിച്ച് 2 പേർ മുൻവാതിലൂടെ പുറത്തിറങ്ങി. 3-ാമൻ മുൻവാതിൽ അകത്ത് നിന്ന് അടച്ച ശേഷം കയറിയതുപോലെ എയർ റോഡ് വഴി പുറത്തേക്കിറങ്ങി. ഈ സംഭവങ്ങളെല്ലാം പെൺകുട്ടി വീഡിയോ കോളിലൂടെ കണ്ടിരുന്നു. കൊലയ്ക്കും മോഷണത്തിനു ശേഷം വീട്ടിൽ മുളകുപൊടി വിതറിയ അവർ ശൗചാലയത്തിലും പുറത്തും ദ്രവരൂപത്തിലുള്ള രാസവസ്തു തളിച്ചിട്ടുമുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികളിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. ശൗചാലയത്തിന് പിന്നിൽ ഈ കുപ്പികൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആസ്ബറ്റോസ് ഷീറ്റ് പൊട്ടിയിരുന്നില്ല എങ്കിൽ പ്രതികൾ അകത്ത് കയറിയ വഴി എങ്ങനെയെന്ന് പോലീസിന് കിട്ടുമായിരുന്നില്ല. പോലീസ് ആശയക്കുഴപ്പത്തിലാകുമായിരുന്നു. ആസ്ബറ്റോസ് ഷീറ്റ് പൊട്ടിയത് കണ്ടാണ് പ്രതികൾ വീട്ടിനകത്തേക്ക് പ്രവേശിച്ചത് ഇങ്ങനെയാണ് എന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. പെൺകുട്ടിയിൽ നിന്ന് എല്ലാ തെളിവും ശേഖരിച്ച് അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോഴും പെൺകുട്ടിയുടെ ഈ ക്രിമിനൽ സുഹൃത്തുക്കൾ പോലീസിനെ നേരിട്ടത് ഒരു ഭാവഭേദവും ഇല്ലാതെയായിരുന്നു. എന്നാൽ സ്വന്തം മക്കൾ കൊലപാതകം ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച അമ്മമാർ പോലീസിനോട് വാദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ പോലീസ് തെളിവുകളെല്ലാം നിരത്തിയതോടെ അവരും ഞെട്ടിപ്പോയി. പലരും പൊട്ടിക്കരഞ്ഞു. പോലീസിന്റെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം മൂവരും നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനായി. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ് 3 പ്രതികളുടെയും കുടുംബം. ഈ കുട്ടി ക്രിമിനലുകൾക്ക് ലഹരി ഇടപാടുണ്ടോ എന്നടക്കം നാട്ടുകാർ ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. കവർച്ച നടത്തിയ സ്വർണത്തിന്റെ ചെറിയ ഭാഗം വിൽപ്പന നടത്താൻ സംഘത്തിലെ പ്രായപൂർത്തിയായ മോഷണ കേസ് പ്രതിക്കാണ് കൈമാറിയത്. ഇയാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊലപാതകം നടന്നതിന് പിറ്റേ ദിവസം 2 വട്ടം ഈ പെൺകുട്ടി വാടക വീട്ടിലെത്തി നോക്കിയിരുന്നു. ഈ വരവിൽ സമീപത്തെ കടയിൽ കയറി പലഹാരവും വാങ്ങിയിട്ടുണ്ട്. പിന്നീട് പെൺകുട്ടി തന്നെയാണ് തിങ്കളാഴ്ച രാവിലെ വന്ന് മുത്തച്ഛനെ കാണുന്നില്ല എന്നും വാതിൽ തുറക്കുന്നില്ല എന്നും അയൽവാസികളോട് പറഞ്ഞത്. പക്ഷേ 16-ന് ഞായറാഴ്ച രാത്രിയും പെൺകുട്ടി വീടിനടുത്തുള്ള കടയിൽ എത്തിയിരുന്നതായി കട നടത്തുന്ന സ്ത്രീ സാക്ഷ്യപ്പെടുത്തുന്നു. കൂടെ 2 ചെറിയ ആൺകുട്ടികളും ഉണ്ടായിരുന്നു. സാധാരണ കടയിലേക്ക് കയറാറുള്ള പെൺകുട്ടി അന്ന് കടയിലേക്ക് കയറുകയോ തനിക്ക് മുഖം നൽകുകയോ ചെയ്തില്ല എന്നാണ് കടയുടമ പറയുന്നത്. 2 ആൺകുട്ടികളാണ് കടയിൽ വന്നതത്രേ. പൊട്ടറ്റോ ചിപ്സ് ആണ് വാങ്ങിച്ചത്. മുത്തശ്ശൻ മരിച്ചു കിടക്കുമ്പോൾ തന്നെ പെൺകുട്ടി ഓണപരീക്ഷയാണ് നിർബന്ധമായും പോകണമെന്ന് പറഞ്ഞ് സ്കൂളിൽ പോകാൻ യൂണിഫോം ധരിച്ചിറങ്ങിയിരുന്നു. ഈ കടയുടമയായ സ്ത്രീ തന്നെയാണ് പെൺകുട്ടിയെ അതിൽ നിന്ന് വിലക്കിയത്. കൊലപാതകത്തിൽ പെൺകുട്ടിയാണ് ബുദ്ധികേന്ദ്രം എന്നറിഞ്ഞതോടെ ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാർ. പ്രായപൂർത്തിയാകാത്തവരാണ് കുറ്റാരോപിതരെങ്കിലും ആസൂത്രണം മുതിർന്നവരെ പോലെയാണ് എന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് പറഞ്ഞു. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിലെ പൊരുത്തക്കേടും മൊഴിയിലെ വൈരുദ്ധ്യവുമാണ് പോലീസിനെ സമാന്തര അന്വേഷണം നടത്താൻ പ്രേരിപ്പിച്ചത്. സ്വർണവും പണവും അപഹരിക്കുകയായിരുന്നു ലക്ഷ്യം. പ്രതികൾക്കെതിരെ കടുത്ത നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് പറയുന്നത്. കാലം പോയൊരു പോക്ക്. ടെക്നോളജി ഈ മൊബൈൽ ഫോൺ ഒന്ന് കയ്യിൽ നിന്ന് ഒഴിവാക്കാൻ സർക്കാരുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഒരു നിയമ ഭേദഗതി കൊണ്ടുവരണം. 17 വയസ്സ് വരെയെങ്കിലും കുട്ടികളുടെ കയ്യിൽ ഈ മൊബൈൽ ഫോണുകൾ, സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം അതും കൂടി ഇതിന് ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. ഐഫോണിനും ഒരു വാഹനത്തിനും അല്ലെങ്കിൽ ഒരു ബൈക്കിനും വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ ഇവർ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇനിയും ഇത്തരം വാർത്തകൾ കേൾക്കാൻ അധികം നാളൊന്നും വേണ്ടി വരില്ല. വിദൂരമല്ല ഒന്നിലേക്ക് എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ മക്കള് അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടാവും, അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും അവരുടെ ഓരോ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത്.
എന്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ ഞാനൊരു കളിപ്പാട്ടത്തിന് വേണ്ടി കരഞ്ഞു തോർക്കുക. അതൊന്നും വാങ്ങിത്തരാൻ നമ്മുടെ വീട്ടുകാർക്ക് പണം പോലും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ചില കളിപ്പാട്ടങ്ങളൊക്കെ തോക്കൊക്കെ നമ്മൾ ചോദിക്കും, അതൊക്കെ വാങ്ങിത്തരാൻ വീട്ടുകാർക്ക് പേടിയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ളത്. ഇപ്പോൾ വളരെ സിമ്പിൾ ആണ്, ഒരു മൊബൈൽ ഫോൺ മതി, അതിൽ എത്ര അപകടം പിടിച്ച കാര്യമാണ്. എന്നാൽ ഈ രക്ഷിതാക്കൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അന്ന് നമുക്കൊരു തിരത്തോക്ക് വാങ്ങിത്തരാൻ പേടിയായിരുന്ന ആളുകൾ ഇന്നത്തെ മക്കൾക്ക്, അവർ വളർന്നു വലുതായി, അവരൊക്കെ ഇപ്പോൾ അച്ഛനും അമ്മയായി, അവർ വാങ്ങിക്കൊടുക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലേ? ഓക്കെ, ടെക്നോളജി നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന, സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന, മൊബൈൽ ഫോണും ആവശ്യത്തിന് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന കുട്ടികളും ആളുകളും ഒക്കെ ഉണ്ട്. എന്നാൽ പോലും ഈ ഒരു ഭീകരത, ഒരു ഭീകര അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.